ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നിന്നും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഫുള്ള് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എത്ര പേര് ഫുൾ ക്ലാസ് ക്ലിയർ ആയിട്ട് ശ്രദ്ധയോടുകൂടി കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് സ്വാതി നിരഞ്ജൻ ജ്യോതി. 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസിലെ ഇവിയൻ ലെസ് ബെയിൻസ്. സർക്കാർ നിയന്ത്രണത്തിലുള്ള ആദ്യ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് ആരംഭിക്കുന്നത് ഇന്ത്യ. 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 6ാം സ്ഥാനം. നാഷണൽ ഡെന്റൽ കമ്മീഷന്റെ പ്രഥമ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ സഞ്ജയ് തിവാരി. 2026 മാർച്ചിൽ ഭാരത് ഇന്റർഫേസ് ഫോർ മണി ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ക്രിക്കറ്റ് താരം MS ധോണി. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോപ്ഡ് ഡ്രോൺ പദ്ധതി വായു-1. ഇന്ത്യൻ സാംസ്കാരിക വിനിമയ പുരസ്കാരം ലഭിച്ചത് ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും ചലച്ചിത്ര നാടക സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിന്. വയലാർ സംഗീത രത്ന പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ തൃക്കരിയൂർ R രാജലക്ഷ്മിക്ക്. കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത ഒറിയ കവി സീതാകാന്ത മഹാപത്രയ്ക്ക്. കുമാരനാശാൻ മലയാള കവി പുരസ്കാരം ലഭിച്ചത് സച്ചിദാനന്ദന്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ അക്ഷര പുരസ്കാരം ലഭിച്ചത് UK കുമാരന്റെ തക്ഷൻ കുന്ന് സ്വരൂപം എന്ന കൃതിക്ക്. ബോധിചിത്ത പുരസ്കാരം ലഭിച്ചത് S ജോർജ് കുട്ടിക്ക്. ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N ചന്ദ്രശേഖരന്. ഗുരു ഗോപിനാഥ് നടനഗ്രാമം ഏർപ്പെടുത്തിയ ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹരായത് VP ധനഞ്ജയനും ശാന്ത ധനഞ്ജയനും. വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ലഭിച്ചത് പ്രഥമ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മയ്ക്ക്. ഇന്ത്യൻ വെൽസ് ടെന്നീസിൽ ജേതാക്കൾ ഇറ്റലിയുടെ യാനിക് സിന്നറും ബെലറൂസിന്റെ ആര്യാന സബലെങ്കയും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കപ്പിൽ ചാമ്പ്യന്മാരായത് മാഞ്ചസ്റ്റർ സിറ്റി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ പ്രായം കുറഞ്ഞ ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മാക്സ് ഡൗമാൻ. 16 വർഷവും 73 ദിവസവും മാത്രമാണ് പ്രായം. 2028 ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയിലെ ഭുവനേശ്വറിൽ. പോൾ വോൾട്ട് ലോക റെക്കോർഡ് തിരുത്തിക്കുറിച്ചത് സ്വീഡിഷ് പോൾ വോൾട്ട് ഇതിഹാസം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് 6.31 മീറ്റർ ചാടി 15ാം തവണയും ലോക റെക്കോർഡ് തിരുത്തിക്കുറിച്ചു. 6.30 മീറ്റർ എന്ന തന്റെ മുൻ റെക്കോർഡ് അദ്ദേഹം തന്നെയാണ് വീണ്ടും തകർത്തത്. ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കാരോറ്റ മത്സരത്തിൽ പോൾ പൊസിഷനിലെത്തിയ പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മേഴ്സിഡസിന്റെ 19കാരനായ ഇറ്റാലിയൻ ഡ്രൈവർ ആന്ദ്രേ കിമി ആന്റോണെല്ലി. വനിതാ പോൾ വോൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചത് തമിഴ്നാടിന്റെ ഭരണിക ഇളങ്കോവൻ. 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്
രാംകുമാർ മുഖോപാധ്യായയുടെ നോവൽ ഹരപർവ്വതി കഥയ്ക്ക്. വൈക്കം ചന്ദ്രശേഖരൻ നായർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷീജ വക്കത്തിന്റെ ഊരുക്കു പോകലാം കണ്ണേ എന്ന കാവ്യസമാഹാരത്തിന്. രാംനാഥ് ഗോയങ്ക എക്സലൻസ് ഇൻ ജേർണലിസം പുരസ്കാരം ലഭിച്ചത് അഖിൽ ശിവാനന്ദിനും മുഹമ്മദ് സാബിത്ത് UMനും. US-ലെ നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിക്ക്. അപ്പോൾ കമൻറ്റ് ബോക്സിലെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക്